ശ്രീനി സാറിൻ്റെ കൂടെ ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു സഹായത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ സമീപിച്ചിട്ടുണ്ട്. എൻ്റെ കല്യാണമൊക്കെ വന്നു. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടാവുന്ന രീതിയിൽ എന്നെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും പറയരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. വ്യക്തിപരമായിട്ട് ഉള്ള ബന്ധങ്ങൾ, അതായത് നാട്ടുകാരെന്നുള്ള നിലയിലും പിന്നെ അദ്ദേഹത്തിൻ്റെ കൃഷിയൊക്കെ ആയിട്ട് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കും, അതിനൊക്കെ പോകും. അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് പേഴ്സണലി ഉള്ള ബന്ധം എന്ന് പറയുന്നത് എനിക്ക് മാത്രമല്ല, എന്നെപ്പോലെയുള്ള ഇപ്പോൾ സിനിമയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു കൂട്ടം തലമുറയ്ക്ക് പ്രചോദനമായിട്ടുള്ളൊരു നടനാണ്. നടൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ അത് അഭിനയം തന്നെയാണ്. അല്ലെങ്കിൽ നാടിനെ അറിയുക, അത് പകർത്തി കാണിക്കുക, അതിനുള്ള കഴിവുണ്ടാവുക എന്നുള്ളതാണ് ഒരു നടന് വേണ്ട ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു തരികയല്ല, കാണിച്ചു തന്ന ഒരുപാട് നടന്മാരിൽ ഏറ്റവും പ്രചോദനമായിട്ടുള്ള ഒരു നടൻ ശ്രീനിവാസൻ ചേട്ടനാണ്. ഭരത് ഗോപി അദ്ദേഹം ഉണ്ടായിരുന്നു, അതേപോലെ കലാഭവൻ മണി. അപ്പോൾ എന്നെപ്പോലുള്ള ആളുകൾക്ക്, അതായത് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ സൗന്ദര്യം ഒരു പ്രധാന ഘടകമാണല്ലോ സിനിമ. അത് പൊളിച്ചെഴുതിയ ഒരാളാണ് ശരിക്കും രജനീകാന്തും രജനീകാന്ത് തമിഴ്നാട്ടിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചപ്പോൾ അതേ സമയത്ത് തന്നെ ശ്രീനി സാറ് ഇവിടെയും കേരളത്തിലും ഒരു പുതുക്കിപ്പണി നടത്തിയിട്ടുണ്ട്. നായക സ്ഥാനത്ത് വന്ന് നിൽക്കാവുന്നത് നടൻ്റെ സൗന്ദര്യം നടനത്തിലാണ്, അല്ലാതെ ശരീരത്തിലല്ല എന്ന്, അങ്ങനെയും ഇങ്ങനെയും ഒരു വശമുണ്ട് എന്ന് കാണിച്ചു തന്നതും ഭാവിയിൽ എന്നെയൊക്കെ വെച്ച് സിനിമ ചെയ്യാൻ ആളുകൾ അവർക്കൊരു പ്രചോദനം തീർച്ചയായിട്ടും ഭരത് ഗോപിയും ശ്രീനിവാസനും കലാഭവൻ മണിയൊക്കെ തന്നെയാണ്.